പിതാവും പുത്രവും പുത്രനും പരിശുദ്ധ റുഹായുമായ സത്യേക ദൈവത്തിന് വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. പ്രിയപ്പെട്ട OVBS അധ്യാപകരെ, 2026 OVBS ഏറ്റവും ഫലപ്രദമായി നടക്കുവാൻ സഹായിക്കും എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ചില ആശയങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ OVBS മെറ്റീരിയൽസ് എല്ലാം എല്ലാ യൂണിറ്റുകളിലും എത്തിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഈസ്റ്റർ കഴിഞ്ഞാൽ ഉടനെയോ അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ദിവസമോ ക്ലാസ്സുകൾ ആരംഭിക്കാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും യൂണിറ്റുകളിൽ നടന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. OVBSൻ്റെ വിജയമെന്ന് പറയുന്നത് അധ്യാപകരുടെ ക്ഷമതയാണ്. കഴിവുള്ള അധ്യാപകർ പ്രാർത്ഥനയോടെ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിച്ചാൽ നമുക്ക് കുട്ടികളിൽ ഒരു വലിയ മാറ്റം, രൂപാന്തരം ഉണ്ടാക്കാൻ പറ്റും. ഈ വർഷത്തെ OVBSൻ്റെ ദിവസങ്ങൾ കഴിയുമ്പോൾ ആ രൂപാന്തരം കുട്ടികൾ ഉണ്ടാവണം. ഈ വർഷം ചിന്താവിഷയം നിങ്ങൾക്ക് അറിയാമല്ലോ. 1 പത്രോസ് 5:8 അടിസ്ഥാനമാക്കി ഉണർന്നിരിപ്പീൻ അനുഗ്രഹീതരാകാം എന്ന വിഷയമാണ് ഈ വർഷം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വാക്യം വേദപുസ്തകം വായിച്ച് അധ്യാപകർ ഗ്രഹിക്കുകയും അതിൻ്റെ പശ്ചാത്തലമൊക്കെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം. കാരണം അലറുന്ന സിംഹം പോലെ നമ്മെ വിഴുങ്ങുവാനെടുക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളിൽ വീണുപോകാതെ ഇരുപ്പാൻ ഉണർന്നിരിപ്പീൻ എന്നാണ് പത്രോസ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ചിന്ത കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. നമ്മെ പരീക്ഷിക്കാൻ എപ്പോഴും പിശാച് ഓടി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഉണർന്നിരിക്കണം, ജാഗ്രതയോടെ ഇരിക്കണം എന്ന് കുട്ടികളെ മനസ്സിലാക്കണം. നമ്മൾ യഥാർത്ഥത്തിൽ ഓരോ ക്ലാസ്സും പ്രാർത്ഥന കഴിഞ്ഞാൽ ധ്യാനത്തോടെയാണല്ലോ ആരംഭിക്കുന്നത്. ഈ വർഷം ധ്യാന സഹായം തയ്യാറാക്കിയ ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ ബഹുമാനപ്പെട്ട ഡോക്ടർ വർഗീസ് അച്ഛനാണ്. നമ്മുടെ ചിന്താവിഷയത്തെ ആസ്പദമാക്കി ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിക്കാത്ത വ്യത്യസ്തമായ ചില ആശയങ്ങളാണ് ഈ ധ്യാന സഹായിക അച്ഛൻ അവതരിപ്പിച്ചിരിക്കുന്നത്. തന്നെയല്ല, ഈ ധ്യാന സഹായി വെറുതെ വായിച്ച് ധ്യാനം നടത്താൻ സാധിക്കാത്തതുപോലെയാണ് അച്ഛൻ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നല്ല തയ്യാറെടുപ്പോടുകൂടി വന്നെങ്കിൽ മാത്രമേ ധ്യാനം ഫലപ്രദമായി ചെയ്യാൻ പറ്റൂ. തന്നെയല്ല, ഈ കുട്ടികൾ കൂടുതലുള്ള യൂണിറ്റുകളിൽ ജൂനിയർ കുട്ടികളെ മറ്റൊരു ഭാഗമായി ഇരുത്തി വേറെ ധ്യാനം നടത്തുന്നുണ്ടെങ്കിൽ അതിന് സഹായകമായ ഒരു ഭാഗം കൂടെ ധ്യാന സഹായിയുടെ അവസാനം അച്ഛൻ ചേർത്തിട്ടുണ്ട്. അത് ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള യൂണിറ്റുകളിൽ അതുകൂടെ പ്രയോജനപ്പെടുത്തണം. അധ്യാപകരുടെ തയ്യാറെടുപ്പും ആത്മാർത്ഥതയുമാണ് യഥാർത്ഥത്തിൽ ഈ ധ്യാന സമയത്തിൻ്റെ ഫലപ്രാപ്തി എന്ന് പറയുന്നത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഞാൻ പറഞ്ഞല്ലോ, അധ്യാപക ലക്ഷ്യബോധമാണ് പ്രധാനം. നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന 10-15 വിദ്യാർത്ഥികളെ ഈ OVBSൻ്റെ 6-2-8 ദിവസം കഴിയുമ്പോൾ ഒരു മാറ്റത്തിന് വിധേയരാക്കും എന്ന ചിന്തയോടെ വേണം, ആ ലക്ഷ്യത്തോടെ വേണം അധ്യാപകർ ക്ലാസ്സുകളിലേക്ക് പോകേണ്ടത്. ഈ ചിന്താവിഷയം 6 ഘടകങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ദിവസവും 1-ാം ദിവസം ഒരു വിഷയമാണ് ചർച്ച ചെയ്യുക, 2-ാം ദിവസം മറ്റൊരു വിഷയം ചർച്ച ചെയ്യുക, അങ്ങനെ 6 ദിവസം. അവിടെ ഓരോ ദിവസത്തെയും വിഷയം അതാത് ക്ലാസ്സിൻ്റെ നിലവാരത്തിലാണ് കോഴ്സ് ബുക്ക് ചേർത്തിരിക്കുന്നത്. ഉദാഹരണത്തിന് വിശ്വാസം ഉണർന്നിരിക്കുക എന്നാണ് ആദ്യത്തെ ദിവസത്തെ വിഷയം. അപ്പം നമ്മുടെ സത്യവിശ്വാസം, ഓർത്തഡോക്സ് വിശ്വാസത്തിൽ, സ്തുതി ചൊവ്വാക്കപ്പെട്ട വിശ്വാസത്തിൽ കുട്ടികൾ ജാഗ്രതയോടെ എക്കാലവും ഇരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് നമുക്ക് കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അതിന് ഉപയുക്തമായ ക്ലാസ്സുകളാണ് അന്ന് ചേർത്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഏത് സംഗതിയും ഫലപ്രദമാക്കണമെങ്കിൽ ദൈവസഹായം കൂടിയേ തീരും. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയോടെ വേണം തയ്യാറെടുക്കാൻ. നമ്മുടെ കുട്ടികളുടെ രൂപാന്തരത്തിന് വേണ്ടിയുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. അതുകൊണ്ട് സ്വർഗത്തിൽ സന്തോഷം ഉണ്ടാകും വളരെ, അത് സംശയമൊന്നുമില്ല.
അതുകൊണ്ട് കർത്താവേ, എനിക്ക് ഈ വർഷം നൽകിയിരിക്കുന്ന ഈ 10 15 എത്ര ആണെങ്കിൽ അത്രയും 15 കുട്ടികൾക്ക് ഒരു രൂപാന്തരം ഉണ്ടാക്കുവാൻ എനിക്ക് സാധിക്കണേ എന്ന പ്രാർത്ഥനയോടെ വേണം ഓരോ അധ്യാപകനും ക്ലാസ്സിലേക്ക് പോകേണ്ടത്. യഥാർത്ഥത്തിൽ ചില യൂണിറ്റുകളിൽ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ എല്ലാ അധ്യാപകരും കൂടി ഈ ഒരു ലക്ഷ്യത്തിനു വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു ദിവസം OBS തുടങ്ങുന്നതിന് മുമ്പ് പ്രത്യേകം ക്രമീകരിക്കാറുണ്ട്. ഏതായാലും ഇത് നമ്മുടെ OBS തുടങ്ങുന്ന കാലഘട്ടത്തിലെ ഒരു നിർദ്ദേശമായിരുന്നു. അത് ഇപ്പോഴും അനുവർത്തിക്കുന്ന യൂണിറ്റുകളുണ്ട്. അത് വളരെ നല്ല മാതൃകയാണ്. ചെയ്യാൻ സാധിക്കാവുന്ന യൂണിറ്റുകൾ അത് അപ്രകാരം തന്നെ ചെയ്യണം. പ്രാർത്ഥനയോ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിപ്പറേഷൻ, തയ്യാറെടുപ്പ്. അതിൽ OBS ക്ലാസ്സിലേക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് 1 മണിക്കൂറെങ്കിലും അധ്യാപകൻ തയ്യാറാകണം. അപ്പം 6 ദിവസം പോകും. ഓരോ ദിവസവും തലേ ദിവസം 1 മണിക്കൂറെങ്കിലും ഹാൻഡ് ബുക്കും കോഴ്സ് ബുക്കും കൂടെ വെച്ചിട്ട് അധ്യാപകൻ തയ്യാറാകണം. ഈ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് അതിൽ സീഡ്സ് വിഭാഗത്തിന് വേണ്ടി, റൂട്ട്സ് വിഭാഗത്തിന് വേണ്ടി, അങ്ങനെ ഓരോ ക്ലാസ്സിന് വേണ്ടി പ്രത്യേകം വേർതിരിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഓരോ അധ്യാപകനും ഈ ഹാൻഡ് ബുക്ക് മൊത്തം ഒന്ന് വായിക്കണം. അങ്ങനെയാണ് സപ്ലൈ ചെയ്തിരിക്കുന്നത്. ഒരുമിച്ച് തരും നിങ്ങൾക്ക്. കാരണം വിവിധ ക്ലാസ്സുകളിൽ പ്രതിപാദിക്കുന്ന വിവിധ വിഷയങ്ങൾ എന്തെല്ലാമാണെന്ന് അധ്യാപകർക്ക് ബോധം കിട്ടും. അപ്പോൾ നമുക്ക് കുട്ടികൾ കൂടുതൽ ആശയങ്ങൾ പകർന്നു കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കോഴ്സ് ബുക്കിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ ക്ലാസ്സിലേക്ക് പോകാൻ. കുട്ടികൾ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. നമ്മുടെ ഓരോ ദിവസത്തെയും പാഠങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒരു പ്രാർത്ഥനയോടെ ആരംഭിക്കത്തക്കതുപോലെയാണ്. പൊതുവായ പ്രാർത്ഥനയൊക്കെ ഉണ്ട് എങ്കിലും ഏത് കാര്യം ചെയ്യുമ്പോഴും പ്രാർത്ഥനയോടെ ആരംഭിക്കണം എന്നൊരു പാഠം കുഞ്ഞുങ്ങൾ കൊടുക്കാൻ വേണ്ടി എല്ലാ ക്ലാസ്സുകളും തുടങ്ങുന്നതിന് മുമ്പ് അധ്യാപകരുടെ നേതൃത്വത്തിൽ 1 2 3 വാചകം മാത്രം ചൊല്ലി, അല്ലെങ്കിൽ ഒരു ചെറിയ പ്രാർത്ഥനാ ഗാനം ചൊല്ലി ക്ലാസ് ആരംഭിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതങ്ങനെ തന്നെ ചെയ്യണം. ക്ലാസ് തീരുമ്പോഴും ഒരു പ്രാർത്ഥന നടത്തി വേണം പിരിയാൻ. കാരണം കുട്ടികൾ മനസ്സിലാക്കണം, ഒരു സംരംഭത്തിൽ ഏർപ്പെടുമ്പോൾ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴെല്ലാം പ്രാർത്ഥന ആവശ്യമാണ്. ഈ ഗാനങ്ങൾ OBSന്റെ ജീവനാഡിയാണെന്ന് നമുക്കറിയാമല്ലോ. കുട്ടികൾക്ക് ഏറ്റവും താല്പര്യമുള്ള ഒരു സമയവും ഗാനസമയമാണ്. പരിചയസമ്പന്നരായ അധ്യാപകർ വളരെ ഫലപ്രദമായി ഗാനങ്ങൾ പഠിപ്പിക്കണം. 6 ദിവസം കൊണ്ട് ഒരുപക്ഷെ 22 പാട്ടുകളും പഠിപ്പിക്കാൻ സാധിച്ചെന്ന് വരില്ല, വേണമെന്നില്ല. പക്ഷേ പ്രെയർ സോങ്, മാർച്ചിങ് സോങ്, തീം സോങ്, ഇത് 3 നിർബന്ധമായിട്ട് പഠിപ്പിക്കണം. ബാക്കിയൊക്കെ സമയം അനുവദിക്കുന്ന പോലെ. മാർച്ചിങ് സോങ് ഉദ്ഘാടന ദിവസം തന്നെ പഠിപ്പിക്കാമെങ്കിൽ 1-ാം ദിവസം തന്നെ കുട്ടികൾക്ക് ഈ പാട്ട് പാടി മാർച്ച് ചെയ്ത് ക്ലാസ്സിലേക്ക് വരാൻ പറ്റും. ആ കാര്യം ചുമതലപ്പെട്ടവരൊന്ന് ശ്രദ്ധിക്കുന്നതാണ്. അധ്യാപകർ ക്ലാസ്സിൽ ചെന്നാൽ അത് മുഴുവൻ സമയം അധ്യാപകർ സംസാരിച്ചിരിക്കേണ്ട കാര്യമില്ല, പഠിപ്പിച്ചുകൊണ്ടേയിരിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഈ കോഴ്സ് ബുക്കോ ഹാൻഡ് ബുക്കോ തുറന്നു വെച്ച് വായിക്കുകയും ചെയ്യരുത് കേട്ടോ. യാതൊരു കാരണവശാലും പുസ്തകം തുറന്നു വെച്ച് വായിക്കരുത്. ഗുരുവും ശിഷ്യനും തമ്മിൽ ഗുരുതരമായ തടസ്സമാണ് പുസ്തകം എന്ന കുഞ്ഞുണ്ണി മാഷ പാടുന്നത്. പുസ്തകം തുറന്ന് വായിക്കുകയും ചെയ്തു. ഒരു ക്ലാസ്സിലും പുസ്തകം തുറന്ന് വായിക്കാൻ പാടില്ല. അധ്യാപകർ തയ്യാറായി പോയിട്ട് ആദ്യത്തെ ഒരു 5 മിനിറ്റ് അന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന ക്ലാസ് കാര്യങ്ങൾ ചുരുക്കമായി കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് കുഞ്ഞുങ്ങൾ പ്രവർത്തനങ്ങൾ ആരംഭിക്കട്ടെ. എന്നിട്ട് കോഴ്സ് ബുക്ക് എടുത്ത് ഓരോ ഭാഗവും പൂർണ്ണമാക്കാൻ പറഞ്ഞാൽ മതി. ഈ സീഡ്സ്, ബഡ്സ്, റൂട്ട്സ്, ബഡ്സ്, ഈ 3 ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു പക്ഷേ എഴുതാനൊന്നും അത്ര വശം കാണുകയില്ല, വായിക്കാനും പറ്റില്ല. അതുകൊണ്ട് അവർ കഥാരൂപത്തിൽ സംഗതികൾ പറഞ്ഞു കൊടുക്കണം. കഥ പറഞ്ഞു കൊടുക്കുമ്പം പുസ്തകത്തിലുള്ള പടങ്ങൾ കാണിച്ചു കൊടുക്കുകയും വേണം. അതുപോലെ തന്നെ ഈ പുസ്തകം കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അവർക്കൊന്നും എഴുതാൻ പറ്റില്ല. പെയിൻറ്റിങ്, ചിത്രങ്ങൾ, ഇതൊക്കെയാണ് പ്രാധാന്യം. അവിടെ ചില പസിൽസൊക്കെ ഉണ്ടാവും, കളികളുണ്ട്.
ആവർത്തിച്ചുള്ള കളികളുണ്ട്. എല്ലാം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. ചില ഗുണപാഠങ്ങൾ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് ആ പടത്തിന് നേരെ എപ്പോഴും പടം കാണും കേട്ടോ. ഈ താഴെ സീഡ്സ് റൂട്ട്സിലൊക്കെ ഏത് പാഠം പഠിപ്പിക്കുന്നതിന് ഉപയോഗപ്രദമായ ഒരു ചിത്രമുണ്ടാവും. ചിത്രം കണ്ടാൽ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നല്ല അവർക്ക് ഗുണപാഠം കിട്ടുന്നത് ചിത്രമാണ്. ടിക്ക് ചെയ്യാൻ കുട്ടികൾക്ക് പറ്റും, അല്ല അവിടെ ഒരു കുരിശടയാളം വരയ്ക്കാൻ കുട്ടികൾക്ക് പറ്റും, എഴുതാൻ പറ്റില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അത് ആ താഴ്ന്ന ക്ലാസ്സുകളിൽ അങ്ങനെ അധ്യാപകർ കഥാരൂപത്തിൽ പറഞ്ഞു കൊടുത്ത് കോഴ്സ് ബുക്ക് കുട്ടികളെ കൊണ്ട് പൂർണ്ണമാക്കണം. ഈ ചിത്രം പെയിൻറ് ചെയ്യുമ്പോഴൊക്കെ അവർ ചെയ്തോട്ടെ, നിർദ്ദേശം കൊടുത്താൽ നമ്മൾ ചിത്രം പെയിൻ്റ് അടിച്ച് കൊടുക്കുകയൊന്നും വേണ്ട, അവർ ചെയ്യട്ടെ. പക്ഷെ നിർദ്ദേശം കൊടുക്കണം. കാരണം ഒരു ഇലയുടെ ചിത്രത്തിന് പെയിൻ്റ് അടിക്കുമ്പോൾ അതിൻ്റെ ബൗണ്ടറിയിൽ ഒതുങ്ങി നിൽക്കണം നമ്മളെ നിറമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. കയ്യെ പിടിച്ചോ ഒക്കെ അവർക്ക് പ്രാക്ടീസ് കൊടുക്കണം. ഈ പെയിൻറ്റിങ്ങിന് അവർ തന്നെ ചെയ്തോട്ടെ, ഇച്ചിരി മോശമായാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ മനഃപ്പാഠവാക്യം നമ്മുടെ OVBSൻ്റെ ഒരു പ്രധാന ആസ്പെക്റ്റ് ആണല്ലോ മനഃപ്പാഠവാക്യം. ഈ 6 വിഷയം കൊണ്ട് 6 വാക്യങ്ങൾ ഓരോ കുട്ടിയും ഹൃദിസ്ഥമാക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് ഒരുപാട് വാക്യങ്ങൾ അറിയാം, പക്ഷേ ഈ 6 വാക്യങ്ങൾ കുട്ടികൾക്ക് പ്രത്യേകമായി ഹൃദിസ്ഥമാക്കുക. ഇവിടെ സീഡ്സ് റൂട്ട്സ് ബഡ്സ് ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് വാക്യങ്ങൾ എഴുതാൻ പറ്റില്ല, അവർക്ക് അതിനുള്ള നിലവാരമായിട്ടില്ല. അതുകൊണ്ട് അതാ ദിവസം തന്നെ മനഃപ്പാഠവാക്യം കാണാതെ പഠിപ്പിച്ച് ചൊല്ലി കേൾപ്പിച്ച് ആവർത്തിച്ച് കുട്ടികളെ കൊണ്ട് ചൊല്ലിപ്പിച്ച് അടുത്ത ദിവസം ഒന്നുകൂടെ ചോദിച്ച് ഉറപ്പിച്ച് അവർ ഹൃദയസ്ഥമാക്കിയെന്ന് ഉറപ്പ് വരുന്ന അധ്യാപകർ. അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം അവരെ എഴുതിക്കാൻ പറ്റില്ല. ഓരോ കുട്ടികളെ കൊണ്ട് പിറ്റേ ദിവസം ഇന്ന് കഴിഞ്ഞ തലേ ദിവസം പഠിപ്പിച്ച മനഃപ്പാഠവാക്യം ഒന്ന് ചൊല്ലിക്കണം, പിറ്റേ ദിവസം ചൊല്ലിച്ചാൽ മതി ഈ താഴ്ന്ന ക്ലാസ്സിൽ. എന്നാൽ ലീവ്സ് ബ്രാഞ്ചസ് എന്നീ കോഴ്സ് ബുക്കുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒരു ദിവസം പഠിപ്പിക്കുന്ന വാക്യം വേദപുസ്തകം നോക്കി വായിച്ചിട്ട് അന്ന് തന്നെ കുട്ടി പഠിച്ച് അന്ന് തന്നെ കാണാതെ ചൊല്ലി കാണാതെ എഴുതുവാൻ തക്കവണ്ണമാണേ. അങ്ങനെയാണ് ഇന്ന് പഠിപ്പിച്ച വാക്യം ഇന്ന് തന്നെ പഠിക്കുന്നു, ഇന്ന് തന്നെ അത് കാണാതെ എഴുതുന്നു. പിറ്റേ ദിവസം അധ്യാപകർക്ക് ഒന്നുകൂടെ ചോദിക്കുകയും ചെയ്യാം. അങ്ങനെയാണ് ലീവ്സ് ബ്രാഞ്ചസ് എന്നീ ക്ലാസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഫ്ലവേഴ്സ് ഫ്രൂട്ട്സ് ഇത് മുതിർന്ന കുട്ടികളാണ്, ഇവർക്ക് അക്ഷരമൊക്കെ ശരിയായിട്ട് എഴുതാൻ അറിയാവുന്നവരാണ്. ഈ ക്ലാസ്സുകളിൽ മനഃപ്പാഠവാക്യം ഓരോ ദിവസവും കൊടുത്തയക്കും. നമ്മൾ 1-ാം ദിവസം ഒരു മനഃപ്പാഠവാക്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതായത് മനഃപ്പാഠവാക്യം പഠിക്കേണ്ട റെഫറൻസ് കൊടുക്കുന്നു. അധ്യാപകൻ വേദപുസ്തകം എടുത്ത് ആ വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കണം. കുട്ടികൾ അവരുടെ വേദപുസ്തകത്തിൽ ഒന്ന് വായിക്കട്ടെ, എന്നിട്ട് ആ വാക്യം എഴുതിക്കൊണ്ട് പോയി വീട്ടിൽ ചെന്ന് പഠിച്ച് പിറ്റേ ദിവസം ആ വാക്യം എഴുതി കാണിക്കണം. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. 2-ാം ദിവസം ഒരു വാക്യം കൊടുക്കും, അത് അടുത്ത ദിവസം എഴുതി കാണിക്കണം. ഫ്രൂട്ട്സ് ഫ്ലവേഴ്സ് ഈ 2 ക്ലാസ്സുകളിൽ. എന്നാൽ അവസാന ദിവസം പിറ്റേ ദിവസം എഴുതി കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് 6-ാം ദിവസം കൊടുക്കുന്ന വാക്യം അന്ന് തന്നെ പഠിച്ച് കുട്ടി കാണാതെ പഠിച്ച് അന്ന് തന്നെ എഴുതണം. ആ രീതിയിലാണ് മനഃപ്പാഠ വാക്യങ്ങളുടെ ഒരു ക്രമീകരണം. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ 6 വാക്യങ്ങൾ കുട്ടികൾക്കെല്ലാം ഹൃദയസ്ഥമായി എന്ന് അധ്യാപകർ ഉറപ്പുവരുത്തണം. ഓക്കെ, പഴയകാലത്ത് 10 വാക്യം 10 ദിവസം OVBS ഉണ്ടായിരുന്നു. 10 വാക്യം ഒരു കുട്ടി തന്നെ റെഫറൻസ് സഹിതം സമാപന ദിവസം പറയുന്നത് പല സമാപന മീറ്റിങ്ങുകളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് അതിനൊരുപാട് മോഡിഫിക്കേഷൻ വന്നിട്ട് ഒരു കുട്ടി ഒരു വാക്യം 6 കുട്ടികൾ നിരന്ന് നിന്ന് ഒരു കുട്ടി ഒരു വാക്യം വീതം പറയുന്ന രീതിയിലേക്ക് മാറിപ്പോയി. നമ്മുടെ ഒരു നിലവാര തകർച്ചയാണിത്. 6 വാക്യവും ഒരു കുട്ടി റെഫറൻസ് സഹിതം പറയാൻ സാധിക്കണം. അതാണ് വേണ്ടത്. അതുപോലെ തന്നെ ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂൾ എന്നല്ലേ പറയുന്നത്. അപ്പം കുട്ടികൾ വേദപുസ്തകം കൊണ്ടുവരട്ടെ, അധ്യാപനം കൊണ്ടുപോകണം. ഉദ്ഘാടന ദിവസം കുട്ടികളോട് പറയണം, എല്ലാ കുട്ടികളുടെയിലും വേദപുസ്തകം ഉണ്ടാകണം. സ്വന്തമായി വേദപുസ്തകം ഇല്ലാത്ത കുട്ടികൾക്ക് യൂണിറ്റിൽ നിന്ന് വേദപുസ്തകം വാങ്ങിക്കൊടുക്കണം. അവരതുമായിട്ടല്ലാതെ ഓരോ ദിവസം വരട്ടെ. കാരണം മുതിർന്ന ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഈ ഓരോ റെഫറൻസും നോക്കിയിട്ട് വേദപുസ്തകം കണ്ടുപിടിച്ച് വേണം ഉത്തരം എഴുതാൻ. വേദപുസ്തകം ഇല്ല പറ്റില്ല, എല്ലാ കുട്ടികളിലും വേദപുസ്തകം വേണം. അല്ല വേറെ കുട്ടി ഇരിക്കാൻ നോക്കി എഴുതാൻ പറ്റില്ല കുട്ടിക്ക്. ആ കുട്ടി സ്വന്തമായിട്ട് ഉത്തരം കണ്ടുപിടിച്ച് കുട്ടി എഴുതും, വേറെ കുട്ടി സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ആ കുട്ടി എഴുതും. അതുകൊണ്ട് എല്ലാ കുട്ടികളുടെയും നിർബന്ധമായും വേദപുസ്തകം വേണം. അത് പ്രത്യേകം നിഷ്കർഷിക്കണം. അങ്ങനെ വിശ്വാസം, വിവിധ പ്രവർത്തനങ്ങൾ, പഠനം, ശുചിത്വം, മറ്റുള്ളവരുമായി ഇടപെടൽ,
മാധ്യമങ്ങളുടെ ഉപയോഗം എന്നീ കാര്യങ്ങളെല്ലാം ജാഗ്രതയോടെ ഇരിക്കേണ്ട ആവശ്യകത വേദപുസ്തക പശ്ചാത്തലത്തിൽ കുട്ടികൾ മനസ്സിലാക്കണം, അധ്യാപകരും മനസ്സിലാക്കണം എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഈ എല്ലാ ഉത്തരങ്ങളുടെയും സൂചിക അല്ലെങ്കിൽ സൂചന ഹാൻഡ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അധ്യാപകരുടെ സഹായത്തിന് വേണ്ടി ചെയ്തിരിക്കണം, അവരുടെ അധ്വാനം കുറയ്ക്കാൻ വേണ്ടിയാണ്. നേരിട്ട് വേദപുസ്തകം കിട്ടാമെന്നൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് അധ്യാപക കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കരുതേ, കുഞ്ഞുങ്ങൾ കണ്ടുപിടിക്കട്ടെ, കുഞ്ഞുങ്ങൾ ചിന്തിച്ചിട്ട് ടിക്ക് മാർക്ക് ചെയ്യുകയോ ഉണ്ടച്ചനോടുകയോ ചെയ്യട്ടെ, വേദപുസ്തകം എടുത്ത് കണ്ടുപിടിച്ച് കുട്ടി എഴുതട്ടെ. അതുകൊണ്ട് നമ്മൾ കയറി ഉത്തരം പറഞ്ഞു കൊടുക്കരുത്. പല ചിലതൊക്കെ അങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ടാണ് പറയുന്നത്. ഉത്തരം നമ്മൾ പറഞ്ഞു കൊടുക്കരുത്, കുട്ടി ചിന്തിച്ച് കണ്ടുപിടിച്ച് ഉത്തരം എഴുതട്ടെ. ഈ ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ടൈം മാനേജ്മെൻറ്റ് ജീവിതത്തിലുടനീളം ടൈം മാനേജ്മെൻറ്റ് വേണം. OVBS ഇത് വളരെ പ്രധാനവുമാണ്. അതുകൊണ്ട് അതായത് തുടങ്ങുന്ന സമയം, അവസാനിക്കുന്ന സമയം, ഓരോ പീരീഡിൻ്റെ സമയം, ഒരു നിശ്ചിത ടൈം ടേബിളൊക്കെ ഉണ്ടാവുമല്ലോ ഓരോ യൂണിറ്റിനും. ആ സമയം നിശ്ചിതമായി പാലിക്കണം. പഠിപ്പിക്കുമ്പോഴും ഈ സമയബന്ധിതമായിട്ട് പഠിപ്പിക്കണം. നമുക്ക് 1.5 മണിക്കൂറാണ് ക്ലാസ് ടൈം എന്നുണ്ടെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് കുട്ടി ചെയ്യേണ്ട കോഴ്സ് ബുക്കിലെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യണം. സമയം കിട്ടിയില്ല എന്നൊരു പരിഭവം പറയരുത്, അല്ലെ മനപ്പാഠമൊക്കെ എഴുതിക്കാൻ സമയം കിട്ടിയില്ല എന്ന് പറയരുത്. അത് ടൈം മാനേജ്മെൻറ്റ് അപര്യാപ്തതയാണ്. ടൈം മാനേജ് ചെയ്ത് ആ കോഴ്സ് ബുക്ക് പൂർണ്ണമാക്കുവാൻ തക്കവണ്ണം നമ്മൾ സ്പീഡപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ചിലത് കാണുന്നൊരു കാര്യമാണ്, പീരീഡ് ക്ലാസ്സിൻ്റെ പീരീഡ് കുറച്ച് പാട്ട് കൂടുതൽ പഠിക്കാൻ സമയം കൊടുക്കുക, അല്ലെങ്കിൽ സമാപന ദിവസം വരുമ്പോഴത്തേക്ക് അതിൻ്റെ റിഹേഴ്സലിന് ക്ലാസ് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ കളികൾക്ക് ഗെയിംസ് കുട്ടികൾക്ക് താല്പര്യമാണല്ലോ, ക്ലാസ് കുട്ടികൾക്ക് താല്പര്യം കുറവ് വരുമല്ലോ, അതിനുവേണ്ടി കളികൾക്ക് വേണ്ടി ക്ലാസ് കട്ട് ചെയ്യുക. ചെയ്യരുത്. 6 ദിവസത്തെ ക്ലാസ്സുകളുടെ പ്രാധാന്യം യാതൊരു കാരണവശാലും കുറഞ്ഞു പോകരുത്. അതുകൊണ്ട് ക്ലാസ്സുകളിൽ കുട്ടികളെ കൊണ്ട് സമയനിഷ്ഠ പാലിച്ച് കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ 6 ദിവസത്തെ ക്ലാസ്സുകൾ 6 ദിവസമായി ചെയ്യുന്നതാണ് നല്ലത്. പറയാൻ കാരണം ചിലയിടത്തൊക്കെ രാവിലെ ഉച്ചയ്ക്ക് നടത്തി 3 ദിവസം കൊണ്ട് തീർത്ത് വിടാറുണ്ട്. അത് ആശാസ്യമല്ല, അത്ര ഫലപ്രദമല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മറ്റു കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് ചെയ്യുക. ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഫ്ലവേഴ്സ് ക്ലാസ്സിലെ 1-ാം ദിവസം പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം അവിടെ സൂചനയായിട്ട് പറയുന്നുണ്ട്. അധ്യാപകർ അദ്ദേഹം ജീവിതത്തിലും വായിച്ചില്ല, അധ്യാപകർക്കത് പരിചയമായിരിക്കില്ല. സംഭവം എന്താണെന്നറിയാമോ? പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ചിക്കൻ പോക്സ് പിടിപെട്ട്, അൽമായനാണ്, എത്യോപ്യയിൽ ഒരു മുറിയിൽ അടയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ ഏകാന്തത, ശരീരം മുഴുവൻ വേദന, ഇരിക്കാൻ മേലെ, കിടക്കാൻ മേല, അധിക്കാൻ മേല, അതുപോലെ വേദന. ആ അതിവേദനയുടെ പാരമ്യത്തിൽ ഭിത്തിക്കുണ്ടായിരുന്ന ക്രിസ്തുവിനൊരു ഐക്കൺ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, നീ ക്രൂശിൽ കിടന്ന് അനുഭവിച്ചെന്ന് പറയുന്ന വേദന ഇത്രത്തോളം വരുമോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് അദ്ദേഹം പറയുന്നത് ഒരു ശബ്ദം കേട്ടു ഞാൻ. ശരിയാണ് മകനെ, അതിതിലും ഭയങ്കരമായിരുന്നു. ആ ശബ്ദമാണ് അദ്ദേഹത്തെ മാറ്റിമറിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. അന്ന് അദ്ദേഹം തീരുമാനിച്ചു ജീവിതം മുഴുവൻ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക. ഈ സംഭവത്തിൻ്റെ സൂചന ഫ്ലവേഴ്സ് ക്ലാസ്സിലെ 1-ാം ദിവസമുണ്ട്. അത് അധ്യാപകർ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അത് ഹാൻഡ് ബുക്ക് ചേർക്കാൻ വിട്ടുപോയി, അത് അധ്യാപകർ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ക്ലാസ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ഫലപ്രദമായി 2026 OVBS നടക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകണം, അധ്യാപകർക്ക് രൂപാന്തരം ഉണ്ടാവണം എന്ന ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ കുട്ടികൾ ഉണർന്നിരിക്കട്ടെ, നമ്മുടെ അധ്യാപകർ അതായത് നാം ഉണരട്ടെ, അങ്ങനെ സഭ മൊത്തമായി ജാഗ്രതയോടെ ഇരിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ നമ്മളെ പരീക്ഷിക്കുവാൻ ഓടി നടക്കുന്ന പിശാച് നമ്മിൽ നിന്നും ഓടി അകലും. അങ്ങനെ ജാഗ്രതയോടെ ഇരിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മുടെ എല്ലാ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഈ വർഷത്തെ OVBS കൂടി സഹായിക്കട്ടെ എന്ന ആശംസയോടെ, ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.